എല്ലാവർക്കും സിനി സന്തോഷ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരുടെ വീട്ടിലും പഴയ ഷർട്ടുകളൊക്കെ കാണുമല്ലോ അല്ലേ? പിന്നെ വേസ്റ്റ് തുണികളൊക്കെ കാണുമല്ലോ. വേസ്റ്റ് എന്ന് വെച്ചാൽ തീരെ വേസ്റ്റ് അല്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള തുണികൾ എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ അല്ലേ? എങ്കിൽ നമുക്കത് ഉപയോഗിച്ചൊരു സംഗതി ഉണ്ടാക്കിയാലോ? എന്താണെന്നല്ലേ? അപ്പോൾ അത് ഉണ്ടാക്കി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു പഴയ ഷർട്ട് എടുക്കുക. ഞാനിതിവിടെ നേരത്തെ ചെയ്ത് വച്ചിരുന്നു. അതൊരു ഷർട്ട് എടുത്ത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആണെങ്കിലല്ലേ അത് നിങ്ങളെ കാണിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോഴതുകൊണ്ട് ഞാനൊരു ഷർട്ട് എടുത്ത് ആ ഷർട്ടിനെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യണം. നേരത്തെ ഞാനത് ചെയ്തപ്പോൾ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായി. ഇപ്പോൾ പിന്നെ എനിക്കത് ചെയ്ത് കാണിക്കാനുള്ള ഇത് വന്നില്ല. ഈ ഷർട്ടിൻ്റെ മനസ്സിലായല്ലോ, ഇത് ഇങ്ങനെ വെച്ച് മുറിച്ച് മാറ്റിയിട്ട് അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഈ രണ്ട് എൻഡും നമ്മൾ തയ്ക്കണം. തയ്ച്ചിട്ട് അകേമ്പറം തിരിച്ചിട്ടതാണ് ഞാനിത്. ഈ ബട്ടൺസ് എടുത്ത് കളയത്, ബട്ടൺസ് ഇട്ടിട്ട് വേണം നമ്മൾ ഈ മുറിക്കാനായിട്ട്. അപ്പോൾ അകേമ്പറം തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ഈ വേസ്റ്റ് തുണികൾ, നേരത്തെ പറഞ്ഞ പോലെ വേസ്റ്റ് തുണികളെല്ലാം കൂടെ ഇതിനകത്ത് കയറ്റി നമ്മൾ ആവശ്യമുള്ള വേസ്റ്റ് തുണികളെല്ലാം കൂടെ നമ്മൾ ആവശ്യമില്ലാത്ത വേസ്റ്റ് തുണികൾ എല്ലാം കൂടെ ഇതിനകത്ത് കയറ്റി ആ ബട്ടൺസ് പിടിച്ചിടണം. ബട്ടൺസ് പിടിച്ചിടണം കേട്ടോ. അപ്പോൾ എന്തോ ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ മനസ്സിലായല്ലോ എന്താണെന്ന്. ഇത് ഞാൻ കുറച്ചേ തുണികൾ വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര വേസ്റ്റിനകത്ത് വെച്ച് ഇതൊരു തലവണയായി ഉപയോഗിക്കാം. സംഗതി മനസ്സിലായല്ലോ. ഇത് നമുക്ക് സോഫയുടെ മണ്ടയിൽ വേണമെങ്കിലും ഇങ്ങനെ ഇടാം, തലവണമായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും പിടി കിട്ടിയല്ലോ ഇതെങ്ങനെയാണെന്ന്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ. എൻ്റെ ഫോണിന് സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് എനിക്കത് ആദ്യം ചെയ്ത വീഡിയോ എനിക്ക് ഡെലിറ്റ് ചെയ്ത് കളയേണ്ടി വന്നു. ഇതിപ്പം ഞാൻ ഒരു വിധത്തിൽ ചെയ്തെടുത്തതാണ്. അപ്പോൾ ശരി, നിങ്ങൾക്ക് വേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരുപാട് ഇതിനകത്ത് നിറച്ച് നല്ല ഭംഗിയാക്കി എടുക്കാം. ഇതിപ്പം ഞാൻ പെട്ടെന്ന് വീഡിയോ തീർക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം എല്ലാവർക്കും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും പ്രയോജനകരമാകുമെന്നും വിചാരിക്കുന്നു. അപ്പോൾ ശരി, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.